blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമ്മൾ ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ അതിൻ്റെ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. അതിനുശേഷം ഉടൻ തന്നെ ഇന്ന് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ തയ്യാറാകുക. ഇന്നെഴുതുന്ന എക്സാമിൻ്റെ പുസ്തകങ്ങളും എഴുതുന്ന പെൻ, ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എല്ലാം റെഡിയാക്കി വയ്ക്കുക. ഇതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കന്യാകുമാരിയിൽ നിന്നുള്ള മഷ്ലിൻ മേരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മകൾക്ക് ഒരു ആൺ പൈതലിനെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മെൻ്റൽ ഇൽനെസ്സും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. തേവരയിൽ നിന്നുള്ള രശ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ഈ മോളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ രശ്മി. കർത്താവ്, ഞങ്ങൾ ചേർന്ന് തന്നെ ഇന്നെല്ലാ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കുമ്പോൾ തന്നെ കർത്താവ് തൻ്റെ എക്സാംസ് എല്ലാം വളരെ നന്നായി പെർഫോം ചെയ്യുവാൻ, ഒരു ഔട്ട്സ്റ്റാൻഡിങ് പ്രൊഫഷണലായി പുറത്തു വരാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഗ്രാൻഡ് മദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ സൗഖ്യം കർത്താവെ നീ നൽകണമേ. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് ഇന്ന് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥികൾ ഇന്ന് വിശ്വസിക്കുക, യേശു ഇന്ന് സഹായിക്കും. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിച്ചുകൊണ്ട് ഇന്നത്തെ എക്സാം എഴുതാൻ സഹായിക്കും. കർത്താവെ, ഓരോ വിദ്യാർത്ഥിയെയും അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നിൻ്റെ ഓർമ്മയുടെ ആത്മാവരോട് കൂടെ ഇരുന്ന് ഇന്നെഴുതുന്ന എക്സാം ഏറ്റവും നന്നായി ചെയ്യാൻ കർത്താവ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൈകളിലേക്ക് കർത്താവെ ഇപ്പോൾ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഇന്ന് സഹായിക്കണമേ. ഭയങ്ങളെല്ലാം മാറ്റണമേ. ആകുലതകൾ മാറ്റണമേ. സുരക്ഷിതമായി ഇന്ന് പോകാനും വരാനും കർത്താവ് സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കരുനാഗപ്പള്ളി മാർച്ച് 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐഡിയൽ ഓഡിറ്റോറിയം, പുതിയകാവ്, NH47, കരുനാഗപ്പള്ളി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് മാർച്ച് 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. VV ഓഡിറ്റോറിയം, പഴകുറ്റി ജംഗ്ഷൻ, നെടുമങ്ങാട്. സിസ്റ്ററിൻ്റെ പേര് ലതിക എന്നാണ്. താൻ പറഞ്ഞ സാക്ഷ്യം, താൻ ഇപ്പോൾ നമ്മുടെ തിരുവല്ലയിലുള്ള ബ്ലെസ്സിംഗ് സെൻറ്ററിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. താൻ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്. ഏതാണ്ട് 2014 ഈ കുഞ്ഞ് ജനിക്കുന്നത്. കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ തൻ്റെ യൂറിൻ മഞ്ഞ കളറിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവരത് ശ്രദ്ധിച്ചില്ല. ഏതാണ്ട് 7 ദിവസമായപ്പോഴേക്കും അതൊരു ഓറഞ്ച് നിറത്തിലോട്ട് മാറിയതുകൊണ്ട് വേഗം തന്നെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോഴാണ് മഞ്ഞപ്പിത്തമാണ് എന്ന് ഡോക്ടർ പറഞ്ഞത്. അന്നത്തെ ആ ചെക്കപ്പിൽ വേറെ ഒരു 2-3 കാരണങ്ങൾ കൂടെ കണ്ടുപിടിച്ചു. തലയിലൊരു ക്ലോട്ടുണ്ട്, കരളിലൊരു ബ്ലോക്കുണ്ട്, തൻ്റെ ഹാർട്ടിൻ്റെ വാൽവ് ഓപ്പൺ ആണ്. ഈ 3 കാരണങ്ങൾ കണ്ടുപിടിച്ചു. അന്നത്തെ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, നമുക്ക് മരുന്ന് കഴിച്ചു നോക്കാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഏതാണ്ട് 50 ദിവസമായപ്പോഴേക്കും തലയിലെ ക്ലോട്ടും സൗഖ്യമായി, ഹാർട്ടിലെ ആ വാൽവിൻ്റെ പ്രവർത്തനവും നോർമലായി വന്നു. പക്ഷേ കരളിലെ ബ്ലോക്ക് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ തിരുവനന്തപുരത്തുള്ള RCCയിൽ കൊണ്ടുപോയി കരളിൻ്റെ ഭാഗത്ത് ഒരു ഓപ്പറേഷൻ നടത്തി ആ ബ്ലോക്ക് മാറ്റി. ആ സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളെല്ലാം കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ വീണ്ടും ഇവർ ഈ കുഞ്ഞിനെ RCCയിൽ കൊണ്ടുപോയി കാണിച്ചു.
അന്ന് ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ ലിവർ സിറോസിസിൻ്റെ അസുഖമാണ്, അതുകൊണ്ട് ഈ പ്രായത്തിൽ ഒരു മരുന്നും ചികിത്സയും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതാണ്ട് 7 മാസങ്ങൾക്ക് മുൻപ് ഇവർ തിരുവല്ലയിലുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ ആരാധനയ്ക്ക് വേണ്ടി വരാൻ തുടങ്ങി. അന്നു മുതൽ അവിടെയുള്ള ശുശ്രൂഷകൻ ബ്രദർ ബ്രൂസിൻ്റെ നേതൃത്വത്തിൽ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒപ്പം തന്നെ അന്ന് അവിടെ നിന്നൊരു പ്രെയർ ഡയറി വാങ്ങിച്ച് ആ പ്രെയർ ഡയറിയിൽ ഈ കുഞ്ഞിൻ്റെ ഈ പ്രാർത്ഥനാ വിഷയം അവർ എഴുതി വെച്ചു. രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എറണാകുളത്തുള്ള കോൾ സെൻറ്ററിൽ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും. ഏതാണ്ട് 7 മാസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇവർ അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് നടത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇപ്പോൾ ഈ കുഞ്ഞിന് കരളിന് ഒരു കുഴപ്പവുമില്ല, ഇനി ആ കരൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പറയുന്നത് ശരിയാണോ സിസ്റ്റർ? ഈ പറയുന്നത് ശരിയാണ്. എന്തോ ഞങ്ങൾ ഈ കുഞ്ഞിൻ്റെ അസുഖം വന്നപ്പോൾ ഒരുപാട് വിഷമിച്ച് ദൈവത്തിനോട് അന്ന് മുതലേ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമായത്. ഒരു വയസ്സായപ്പോൾ ഡോക്ടർ പറഞ്ഞു ESA എന്ന് പറഞ്ഞു, കരൾ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് നമുക്ക് 25 ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല, എന്ത് ചെയ്യണമെന്ന് കണ്ട് ഇരുന്നു. അങ്ങനെ ഞാൻ ഓർത്ത് ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. പ്രാർത്ഥന പുസ്തകം വാങ്ങിച്ചു, അതിൽ എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ചു കുഞ്ഞിൻ്റെ രോഗസൗഖ്യമായെന്ന് എഴുതി കരളിൻ്റെ ഒരു പടം വരച്ചിട്ട് ഞാൻ ചെറിയൊരു കരളും വലിയൊരു കരളിൻ്റെയും പടം വരച്ചു വെച്ചിട്ട് പ്രാർത്ഥിച്ചു. വലിയൊരു കരളിന്റെയും ചെറിയൊരു കരളിന്റെയും പടം വരച്ചു വെച്ച് അവരുടെ വിശ്വാസം ഒന്ന് ഓർക്ക്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ മാസം പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, മരുന്നും വേണ്ട, കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഈ കരൾ മാറ്റി വെക്കണമെന്ന് പറഞ്ഞെങ്കിൽ ആ 25 ലക്ഷം രൂപ എടുക്കാൻ നിങ്ങളുടെ കൈ ഉണ്ടാകുമായിരുന്നോ? ഇല്ല, ഒരു വഴിയില്ലായിരുന്നു. നോക്ക്, കർത്താവ് ഒരു വഴിയില്ലാത്തിടത്ത് പല വഴികൾ ഒരുക്കുന്നവനാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് ഈ കൊച്ചിന്റെ മുഖമൊന്ന് നോക്കി, ഇവളുടെ ശരീരം സാധാരണ ഇങ്ങനെ ഒരു അസുഖമുണ്ട്, ഈ ശരീരമൊക്കെ വല്ലാത്ത നീരൊക്കെ വെച്ച് വല്ലാത്ത പ്രശ്നങ്ങളിലൂടെ പോകുന്ന, ഇപ്പൊ അതിനുശേഷം ഈ കുഞ്ഞിനൊരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു എഴുന്നേറ്റ് നിന്ന് കർത്താവിന് ഒരു കൈയടി കൊടുക്കണം എന്ന് തോന്നുന്നു, അല്ലെ? എല്ലാവരും അതത് സ്ഥലങ്ങളിൽ തലയ്ക്ക് മുകളിൽ ആ കൈകളൊന്ന് ചേർത്തടിച്ച് ഉറക്കെ യേശുവേ നന്ദി എന്ന് പറഞ്ഞാല് തന്റെ ഏകജാതനായ പുത്രനെ ക്രൂശിലെ മരണത്തോളം വിട്ടുകൊടുത്ത ദൈവപിതാവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുവാനും യേശുവിന്റെ കാൽവരി ക്രൂശിലെ സന്ദേശത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പഠിക്കുവാനും ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഗുഡ് ഫ്രൈഡേ സർവീസ് 2016. മാർച്ച് 25 ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0484422111 www.blessingtoday.tv. The last verse, number 8, I tell you, he will see that they get justice and quickly. However, when the Son of Man comes, will he find faith on the earth? 8-ാമത്തെ വചനം, അവിടുന്ന് വേഗത്തിൽ അവർക്ക് നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? That's why I told you, even though it started with prayer, it is ending in faith. ഞാൻ അന്ന് മുൻപേ പറഞ്ഞതുപോലെ പ്രാർത്ഥനയിൽ ആരംഭിച്ച് വിശ്വാസത്തിലാണ് ഈ കഥ അവസാനിക്കുന്നത്. Hallelujah. Hallelujah. That means if only we have faith, we will pray and stick into prayer. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ തുടർമാനമായത് മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയുള്ളൂ. If you are a faith man, നിങ്ങളൊരു വിശ്വാസത്തിന്റെ വ്യക്തിയാണെങ്കിൽ, if you are a faith woman, നിങ്ങളൊരു വിശ്വാസത്തിന്റെ വനിതയാണെങ്കിൽ, if you are a faith child, നിങ്ങൾ വിശ്വാസമുള്ള ഒരു പൈതലെങ്കിൽ, you will persist in faith. നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കും. Hallelujah. Hallelujah. Problems that you face in your life
will take you to promotion and prominence. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ ഉയർച്ചയിലേക്കും പ്രാമുഖ്യമായ നിലകളിലേക്കും കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. I am talking to you scripturally. ഞാൻ തിരുവെഴുത്തുകളിൽ നിന്നാണ് നിങ്ങളോട് If സംസാരിക്കുന്നത്. any one of you is going through a problem, നിങ്ങൾ ഒരു പ്രശ്നത്തിലൂടെ പോകുന്നെങ്കിൽ the same problem will promote you. ആ പ്രശ്നം തന്നെ നിനക്ക് സ്ഥാനക്കയറ്റം തരും. David faced a Goliath, ദാവീദ് ഒരു ഗോല്യാത്ത് എന്ന മല്ലനെ നേരിട്ടു. and that gave him kingship. He was promoted. ആ ഗോല്യാത്ത് അവന് രാജാവിന്റെ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്തു. In front of Goliath, David was a small boy. ഈ ഗോല്യാത്തിന് മുമ്പിൽ ദാവീദ് ഒരു ചെറിയ ബാലകനായിരുന്നു. He was a huge giant. അവൻ വളരെ അതികായനായ ഒരു മല്ലനായിരുന്നു. But under the anointing of the Holy Spirit and in the name of the living God, he stood up in front of that huge problem, and the Lord strengthened David boy to kill the giant, and he became the king. എന്നാൽ കർത്താവിൻ്റെ അഭിഷേകം അവൻ്റെ മേലുള്ളത് കൊണ്ട്, കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് അവൻ്റെ മേലുള്ളത് കൊണ്ട് ഈ വലിയ മല്ലനെ അവൻ കൊല്ലുകയും അതിലൂടെ അവന് സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തു. All because of his faith in the living God. കാരണം അവൻ്റെ ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസം കാരണം. Hallelujah. ഹല്ലേലൂയ. Before sitting in the throne, everyone will have to kill the giants. ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുൻപായി എല്ലാവർക്കും ഒരു മല്ലനെ കൊല്ലേണ്ടി വരും. Who is the Goliath in front of you today? നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഗോല്യാത്ത് ആരാണ്? With your muscles, you will not kill the giant. നിങ്ങളുടെ കായിക ശേഷി കൊണ്ട്, മസിലുകൾ കൊണ്ട് നിങ്ങൾക്ക് അതിനെ കൊല്ലുവാൻ കഴിയുകയില്ല. But there is an anointing called giant killer anointing. എന്നാൽ ഒരു അഭിഷേകമുണ്ട്, മല്ലനെ കൊല്ലുന്ന അഭിഷേകം. When that spirit anointing comes on you, with a small stone you will kill the giant. ആ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ഒരു ചെറിയ കല്ലുകൊണ്ട് നീ മല്ലനെ താഴെ വീഴ്ത്തും. You don't need even a sword. നിങ്ങൾക്കൊരു വാള് പോലും ആവശ്യമില്ല. You don't need a nuclear bomb. ഒരു ന്യൂക്ലിയർ ബോംബിന്റെ ആവശ്യമില്ല. You don't need a missile. അതിനുവേണ്ടി മിസൈൽ വേണ്ട. You need only a very small stone. ഒരു ചെറിയ കല്ല് മതി. Because victory is already won. Just move under the anointing which is called giant killer anointing. കാരണം നമുക്ക് ഓൾറെഡി കർത്താവ് ജയം നൽകിയിരിക്കുന്നു. നമ്മൾ ആ അഭിഷേകത്തിൽ മല്ലനെ കൊല്ലുന്ന ആ അഭിഷേകത്തിന് കീഴിൽ നമ്മൾ മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത്. Joseph was promoted from pit to palace. Because of that problem, he became the governor of the land. യോസേഫ് പൊട്ടക്കുഴിയിൽ നിന്നും കൊട്ടാരത്തിലേക്ക് അവന് സ്ഥാനക്കയറ്റം കിട്ടി. അവൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളിൽ നിന്നുമാണ് അവൻ ആ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത്. Can I say it again? The problem that you are facing now will promote you in your life. ഞാൻ ഒരിക്കൽ കൂടെ ഊന്നി പറയട്ടെ, ഇന്ന് നിങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ അത് നിന്റെ ജീവിതത്തിൽ നിന്നെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക്, ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. The debts that you are facing today, the problems that you are facing today will promote you in life. നിങ്ങൾ ഇന്ന് നേരിടുന്ന കടഭാരങ്ങൾ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് നിന്റെ ജീവിതത്തിലേക്ക് ഉയർത്താൻ പോവുകയാണ്. The problems that you are facing today in your family life will promote you if you are with the Lord by faith. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ കർത്താവിന്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് നിന്നെ അവിടെ നിന്നും അടുത്ത ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. Faith connects you to the unlimited power of God. കാരണം ദൈവത്തിന്റെ അളവറ്റ ശക്തിയോട് വിശ്വാസം നിന്നെ ബന്ധിപ്പിക്കുകയാണ്. David was a very small boy. ദാവീദ് വളരെ ചെറുബാലനായിരുന്നു. But through faith he was connected to the unlimited power of God. എന്നാൽ വിശ്വാസത്താൽ ദൈവത്തിന്റെ ആ അളവറ്റ ശക്തിയിലേക്ക് അവൻ ബന്ധിക്കപ്പെട്ടു. The Bible says he rushed to the giant.
വചനം പറയുന്നു അവൻ ആ മല്ലന്റെ നേരെ ഓടിച്ചെന്നു. Because a faith engine was working inside. കാരണം അവന്റെ അകത്ത് വിശ്വാസത്തിന്റെ എഞ്ചിൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. If I kill this giant, what will be the reward? ഈ മല്ലനെ ഞാൻ കൊന്നാൽ എനിക്ക് എന്ത് പ്രതിഫലം കിട്ടും? He was moving under the giant killer anointing. മല്ലനെ കൊല്ലുന്ന ഒരു അഭിഷേകത്തിൽ അവൻ മുൻപോട്ട് പോകുന്നവനായിരുന്നു. You will rush in the name of your God. നമ്മൾ കർത്താവിന്റെ നാമത്തിൽ മുൻപോട്ട് കുതിക്കാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. In the kingdom of God, you don't need to achieve anything. You just receive everything by faith. ദൈവരാജ്യത്തിനകത്ത് നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ കിണഞ്ഞ് പരിശ്രമിച്ച് നേട്ടം കൊയ്യേണ്ടതില്ല. നിങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. Jesus already won the battle. കർത്താവ് ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ജയിച്ചു കഴിഞ്ഞു. He is sharing his spoil with us. അവൻ നമ്മളുമായി തന്റെ ആ കൊള്ള പങ്കിടുകയാണ്. Hallelujah. ഹല്ലേലൂയ. Faith connects us to the unlimited riches of God. വിശ്വാസം ദൈവത്തിന്റെ അളവറ്റ സമ്പത്തിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുന്നു. Philippians chapter 4 verse number 19. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വചനം. And my God will meet all your needs according to the riches of his glory in Christ Jesus. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തിൽ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. God never said according to your bank account. കർത്താവ് ഒരിക്കലും നിന്റെ ബാങ്ക് അക്കൗണ്ട് അനുസരിച്ചെന്ന് പറഞ്ഞിട്ടില്ല. But according to your faith. നിന്റെ വിശ്വാസം അനുസരിച്ച് In his bank account. അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും. You may be in debts today. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് കടത്തിലായിരിക്കാം. So many loans. നിരവധി ലോണുകൾ. Interest. പലിശ കൊടുക്കുന്നു. Compound interest. കൂട്ടുപലിശ. Interest of the compound interest. കൂട്ടുപലിശയുടെ കൂട്ടുപലിശ. But എന്നാൽ Philippians 4:19 says, ഫിലിപ്പി ലേഖനം 4:19 പറയുന്നു, not according to your financial capacity, but according to the financial capacity of your daddy, you will live. നിന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ചല്ല, നിന്റെ സ്വർഗത്തിലെ അപ്പന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നീ ജീവിക്കാൻ പോവുകയാണ്. You will live not according to your riches, but according to his riches. നിന്റെ സമ്പത്തിനനുസരിച്ചല്ല, സ്വർഗത്തിലെ പിതാവിന്റെ സമ്പത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ്. Many of us are coming from a poor background. നമ്മളിൽ പല ആളുകളും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. But let me tell you something. ഞാനൊരു കാര്യം പറയട്ടെ. After a few years, ചില വർഷങ്ങൾ കഴിയുമ്പോൾ your financial standards will be different. നിന്റെ സാമ്പത്തിക നിലവാരം വ്യത്യസ്തമായിരിക്കും. Because കാരണം God is taking you from your earthly father's financial standard to your heavenly father's financial standard. നിന്റെ ഭൂമിയിലെ അപ്പന്റെ സാമ്പത്തിക നിലവാരത്തിൽ നിന്നും ഉയർത്തി സ്വർഗീയ അപ്പന്റെ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും. Because our finances are linked directly to Christ and his cross. കാരണം നമ്മുടെ സാമ്പത്തികം നേരിട്ട് ക്രിസ്തുവിനോടും അവന്റെ ക്രൂശിനോടും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. How? എപ്രകാരം? The Bible says Christ became poor so that we will become rich. നാം സമ്പന്നരാകേണ്ടതിന് ക്രിസ്തു ദരിദ്രനായി തീർന്നു എന്ന് വചനം പറയുന്നു. He became the poorest of the poorest on the cross of Calvary. അവൻ കാൽവരി കുരിശിൽ ദരിദ്രന്മാരിൽ ഏറ്റവും ദരിദ്രനായി മാറി. He did not even have a dress to wear. അവന് അവിടെ ധരിക്കുവാൻ വസ്ത്രമുണ്ടായിരുന്നില്ല. No food to eat. അവന് ക്രൂശിൽ കഴിക്കുവാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. No water to drink. കുടിക്കുവാൻ വെള്ളമുണ്ടായിരുന്നില്ല. Uttermost poverty he went through on the cross of Calvary. കാൽവരി ക്രൂശിൽ ഏറ്റവും കഠിന ദാരിദ്ര്യത്തിലൂടെ നമ്മുടെ കർത്താവ് കടന്നുപോയി. 2 Corinthians 8:9 and 9:8 says he became like that so that we will become rich. 2 കൊരിന്ത്യർ 8:9-9 പറയുന്നു, നമ്മൾ സമ്പന്നരാകേണ്ടതിന് അവൻ ക്രൂശിൽ ദരിദ്രനായി മാറി. Hallelujah. Hallelujah. That's why I tell you our finances are connected to
the cross. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സമ്പത്ത് കുരിശുമായി, അവന്റെ കാൽവരി കുരിശുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. Faith connects us to the unlimited blessings of God. ദൈവത്തിന്റെ അളവറ്റ അനുഗ്രഹങ്ങളുമായി വിശ്വാസം നമ്മളെ കൂട്ടിയോജിപ്പിക്കുന്നു. If you close the door, all the door to blessings are shut. നിങ്ങൾ ആ വാതിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ അനുഗ്രഹത്തിലുള്ള എല്ലാ വാതിലും അടയപ്പെടും. You have the key. നിങ്ങളുടെ കയ്യിൽ താക്കോലുണ്ട്. Open the door of faith. വിശ്വാസത്തിന്റെ വാതിൽ തുറന്നിട്ടാൽ Blessings will come. അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. Galatians 3:14. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14. Redeemed us in order that the blessing given to Abraham might come to the Gentiles through Christ Jesus, so that by faith we might receive the promise of the Spirit. ഗലാത്യർ 3:14 അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ വിജാതിയർക്ക് ലഭിക്കേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദാനം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ. Hallelujah. ഹല്ലേലൂയ. Faith in the blessings of the Lord causes you to be blessed. കർത്താവ് അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസം അത് നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. So according to this verse, we inherit blessings of Abraham through Christ. ഈ വചനപ്രകാരം നമ്മൾ ക്രിസ്തുവേശുവിലൂടെ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Faith connects us to the supernatural. വിശ്വാസം നമ്മെ പ്രകൃത്യാതീതമായതിലേക്ക് ബന്ധിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. And not only that, God is taking us away from all the earthly and demonic realms, and he is seating us, he is causing us to seat us with Christ far above everything. മാത്രമല്ല കർത്താവ് നമ്മളെ ഭൂമിയുടെ ഭൗതിക തലത്തിൽ നിന്നും ഉയർത്തി സാത്താന്റെ ആ ലെവലുകളിൽ നിന്നൊക്കെ ഉയർത്തി അന്ന് ഉന്നതങ്ങളിൽ സ്വർഗീയ തലങ്ങളിലാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കരുനാഗപ്പള്ളി മാർച്ച് 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐഡിയൽ ഓഡിറ്റോറിയം, പുതിയകാവ്, NH47, കരുനാഗപ്പള്ളി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് മാർച്ച് 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. VV ഓഡിറ്റോറിയം, പഴകുട്ടി ജംഗ്ഷൻ, നെടുമങ്ങാട്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. മാസത്തിൽ പല ദിവസങ്ങളും പനി വരുന്ന ഒരു വ്യക്തി എന്തോ കാരണത്താൽ റിപ്പീറ്റഡായി പനിച്ചുകൊണ്ടിരിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം ഇപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകട്ടെ. അതുപോലെ ചില വാതരോഗങ്ങൾ, റൊമാറ്റിക് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത് രക്തവാതമാകാം, സന്ധിവാതമാകാം, മറ്റു രീതിയിലുള്ള വാതരോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. വിവിധ രീതിയിലുള്ള അലർജികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഡസ്റ്റ്, പൊടി ശ്വസിക്കുന്ന സമയത്ത് വരുന്ന ഭയങ്കരമായ അസ്വസ്ഥതയും ആ അലർജി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഭക്ഷണം കഴിക്കുമ്പോൾ അലർജി മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അതുപോലെ മുടി ഭയങ്കരമായി പൊഴിയുകയും അതിനാൽ പ്രയാസപ്പെടുകയും ചെയ്യുന്ന ചില സഹോദരന്മാരുമുണ്ട്, സഹോദരിമാരുണ്ട്. യേശുവിൻ നാമത്തിൽ അതവിടെ നിൽക്കട്ടെ. പുതിയ മുടി കിളിർത്തു വരുവാൻ കർത്താവ് സഹായിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം. ഉമിനീർ ഗ്രന്ഥികളിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം അത് മാറിപ്പോകട്ടെ. കിഡ്നികളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, അതുപോലെ കിഡ്നികൾ പ്രവർത്തിക്കാത്തത്, ഒരുപക്ഷെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാകാം. കർത്താവ് ഇപ്പോൾ ആ സൗഖ്യത്തെ പകരുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ യൂട്രസിനകത്തുള്ള മുഴകൾ, ഗ്രോത്തുകൾ, സിസ്റ്റുകൾ, അങ്ങനെയുള്ള പ്രയാസങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവെ, ദൈവികമായ വിടുതൽ എല്ലാവരിലും പകരുന്നതിനായി നന്ദി.
മക്കളില്ലാത്തവർക്ക് മക്കളെ അങ്ങ് കൊടുക്കണമേ. ഈ സമയത്ത് സാമ്പത്തികമായ വലിയ പ്രയാസത്തിലൂടെ പോകുന്ന പലരും, പ്രത്യേകിച്ച് ഒരു വഴിയും കാണാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങൾ, കർത്താവരെ കൈകൾ കൊണ്ട് കോരിയെടുക്കുകയാണ്. മരണത്തിലേക്കല്ല കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുന്നത്, ജീവനിലേക്കാണ്. പുതിയ വഴികൾ അവർക്ക് വേണ്ടി കർത്താവ് തുറന്നു കൊടുത്ത് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ കർത്താവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്രയും വേഗം ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഇതെല്ലാം കർത്താവ് ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ വിഷയങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സമയത്ത് വിശ്വസിക്കാം. ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് എന്താണോ പ്രയാസം അത് യേശുവിനോട് പറയുക. യേശുവിൻ്റെ നാമത്തിൽ അവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും വേഗം അതിന് വിടുതൽ കൊടുക്കണം. പ്രത്യേകിച്ച് മദ്യപാനികളായ ഭർത്താക്കന്മാരോ പിതാക്കന്മാരോ സഹോദരന്മാരോ ഒക്കെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലർ, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മദ്യത്തിന് അടിമയാകാം. എന്നൊരു വലിയ വിടുതൽ കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വിടുതൽ നീ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. പൂർണ്ണമായ വിടുതൽ കർത്താവെ നീ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഓരോ വിഷയത്തിലും കർത്താവ് വിടുതൽ കൊടുത്തതിനായി നന്ദി പറയുന്നു. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുവാൻ മറക്കരുത്. തീർച്ചയായും കർത്താവ് അവിടെ വെച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. അവിടെ വരുമ്പോൾ ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങൾ, CD-കൾ മുതലായവ കരസ്ഥമാക്കാൻ മറക്കരുത്. അത് ആവശ്യമുള്ളവർക്ക് തപാൽ മാർഗം ആവശ്യമുള്ള സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. കർത്താവ് ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. എന്നാൽ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.